Good morning. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ബൈ കൺവേർഷൻ, അതായത് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസാണ് നമ്മൾ ഇഷ്യൂ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് പീരീഡ് കഴിഞ്ഞാൽ വി ക്യാൻ കൺവേർട്ട് ദോസ് പ്രിഫറൻസ് ഷെയർസ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. അത് വേണമെങ്കിൽ നമുക്ക് ആ ഇക്വിറ്റി ഷെയർസ് വേണമെങ്കിൽ നമുക്ക് അറ്റ് പാറിൽ ഇഷ്യൂ ചെയ്യാം, അറ്റ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം, അറ്റ് ഡിസ്കൗണ്ടിലും ഇഷ്യൂ ചെയ്യാം. അതിൻ്റെ ഓരോ പ്രോബ്ലം വെച്ച് തുടങ്ങി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഒരു പ്രോബ്ലം നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഇതൊരു പ്രോബ്ലമാണ്, ഞാൻ വായിക്കാം. അനശ്വര ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 33,012% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹10 each. The company decided to convert these preference shares into equity shares of ₹10 each at par. രണ്ട് ക്വസ്റ്റ്യൻ്റെ അറ്റ് പാറിലുണ്ട്, അറ്റ് എ പ്രീമിയം ഓഫ് 10%. Give journal entries for conversion. അപ്പോൾ ഒരു 33,000 പ്രിഫറൻസ് ഷെയർസ് ഉണ്ടായിരുന്നു 10 രൂപ വെച്ച്. അപ്പോൾ മൊത്തം എത്ര വാല്യൂ ഉണ്ടായിരുന്നു? 3,30,000 റുപ്പീസിൻ്റെ പുറത്തുള്ള പ്രിഫറൻസ് ഷെയർസ് ഉണ്ടായിരുന്നു ആ കമ്പനിയിൽ. അതെന്ത് ചെയ്യുന്നു? ദ കമ്പനി ഡിസൈഡഡ് ടു കൺവേർട്ട് ദീസ് പ്രിഫറൻസ് ഷെയർസ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. അത് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. പ്രിഫറൻസ് ഷെയറിൽ നിന്നും ഇക്വിറ്റി ഷെയറിലേക്ക് 10 രൂപ തന്നെ വിലയുള്ള അത്രയ്ക്ക് ഈക്വലൻ്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് അത് കൺവേർട്ട് ചെയ്യാനായിട്ട് പോകണം. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത് രണ്ട് തരത്തിൽ ഇഷ്യൂ നടത്തുന്നുണ്ട്. ഒന്ന് അറ്റ് പാറിലും നടത്തുന്നുണ്ട്, ഒന്ന് അറ്റ് പ്രീമിയത്തിലും നടത്തുന്നുണ്ട്. നമ്മളോട് ജേർണൽ എൻട്രി എഴുതാൻ പറഞ്ഞു, നമുക്ക് എഴുതാം. അപ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ച ജേർണൽ എൻട്രി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. അറ്റ് പാർ ആയാലും അറ്റ് പ്രീമിയം ആയാലും അറ്റ് ഡിസ്കൗണ്ട് ആയാലും ഫസ്റ്റ് ജേർണൽ എൻട്രി സെയിം ആണ്. അപ്പോൾ ഇതൊറ്റ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അന്ന് മൂന്ന് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഫസ്റ്റ് ജേർണൽ എൻട്രി എഴുതി. ഇതൊരൊറ്റ ക്വസ്റ്റ്യനിൽ തന്നെ അറ്റ് പാറിൻ്റെ ജേർണൽ എൻട്രി എഴുതാൻ പറഞ്ഞേക്കണം, അറ്റ് പ്രീമിയത്തിൻ്റെ ജേർണൽ എൻട്രി എഴുതാൻ പറഞ്ഞേക്കണം. അപ്പോൾ ഫസ്റ്റ് ജേർണൽ എൻട്രി ഒരു അറ്റ് എ ടൈം എഴുതിയാൽ മതി. എന്താണ് ജേർണൽ എൻട്രി? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. എത്ര രൂപയാണ്? 33,000 നമ്പർ ഓഫ് ഷെയർസ് അറ്റ് ₹10 each. അപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് കിട്ടും? 3,30,000. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റർ 3,30,000 ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 3,30,000. അത് ഫസ്റ്റ് ജേർണൽ എൻട്രി കഴിഞ്ഞു. ദെൻ സെക്കൻഡ് ജേർണൽ എൻട്രി ആദ്യം അറ്റ് പാറിൻ്റെ ജേർണൽ എൻട്രി എഴുതാം. അറ്റ് പാറിൻ്റെ ജേർണൽ എൻട്രി എന്താ പഠിച്ചേക്കണേ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എത്ര രൂപയാണ്? 10 രൂപ വെച്ചിട്ട് നമുക്ക് മൊത്തം എത്ര റുപ്പീസ് ഉണ്ടാവണം? 3,30,000. ഒരു ഷെയറിന് അപ്പോൾ എത്ര രൂപയായിരിക്കും? 10 രൂപ. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടായിരിക്കും? 33,000. 33,000 ഇൻറ്റു 10, അപ്പോൾ 3,30,000 റുപ്പീസ് ഈച്ച്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എറ്റർ 3,30,000 ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 3,30,000. അപ്പോൾ അറ്റ് പാറിൻ്റെ നമ്മുടെ ജേർണൽ എൻട്രി കഴിഞ്ഞു. അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് നേരത്തെ 3,30,000 പ്രിഫറൻസ് ഷെയർസ് ഉണ്ടായിരുന്നു. അതിന് ഈക്വലൻ്റ് വർത്തുള്ള എന്ത് ഇഷ്യൂ ചെയ്യണം? ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണം. ആദ്യം അറ്റ് പാറിലാണ്. അറ്റ് പാർ എന്ന് പറയുകയാണെങ്കിൽ 10 രൂപ വെച്ച് എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്താലാണ് നമുക്ക് 3,30,000 കിട്ടുക? 3,30,000 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ നമുക്ക് 33,000 കിട്ടി. ദെൻ 33,000 ഇൻറ്റു 10 3,30,000 കിട്ടി. ഓക്കെ, ദെൻ നമുക്ക് ഇനി അടുത്ത് എന്ത് ചെയ്യാം? അറ്റ് പ്രീമിയത്തിൻ്റെ ജേർണൽ എൻട്രി എഴുതാം. ആദ്യം കഴിഞ്ഞ ദിവസം പഠിച്ച ജേർണൽ എൻട്രി അങ്ങനെ തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു ഷെയർ പ്രീമിയം. അപ്പോൾ നമ്മൾ ജേർണൽ എൻട്രി അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ദെൻ മൊത്തം എത്ര ഷെയർസിന് എത്ര എമൗണ്ട് വേണം? 3,30,000 വേണം. അപ്പോൾ നമുക്ക് എത്ര രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യാം? 10 രൂപയുടെ ഷെയർ അറ്റ് എ പ്രീമിയം ഓഫ് 10%ാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. 10ൻ്റെ 10% എത്രയാണ്? 1. അപ്പോൾ 10 + 1 11 റുപ്പീസിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. മനസ്സിലായ? 10 രൂപയാണ് പാർ വാല്യൂ. അത് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിൽ 10% പ്രീമിയം. ഏതിൻ്റെ മുകളിൽ 10% കാണും? ഫേസ് വാല്യൂയുടെ മുകളിൽ 10% കാണാം. അതായത് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപ. 10 രൂപയുടെ 10% എത്രയാണ്? 1 റുപ്പി. അപ്പോൾ 10 + 1 അപ്പോൾ എത്ര? 11 റുപ്പീസിനാണ് നമ്മൾ ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ 11 റുപ്പീസിന് ഇഷ്യൂസ് ചെയ്താൽ നമുക്ക് മൊത്തം എത്ര എമൗണ്ട് കിട്ടണം? നമുക്ക് 3,30,000 കിട്ടണം. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 3,30,000 ഡിവൈഡഡ് ബൈ 11. അതാണ് ഏറ്റവും ലാസ്റ്റ് ഞാൻ വർക്കൗട്ട് ചെയ്തേക്കുന്നത്. നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മൊത്തം വേണ്ട എമൗണ്ട് എത്രയാണ്? 3,30,000 ആണ്. അതിന് നേരത്തെ ഒരു ഷെയറിന് എത്ര രൂപയായിരുന്നു? 10 രൂപ. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചാൽ 3,30,000 ഡിവൈഡഡ് ബൈ 10 അങ്ങനെ നമുക്ക് പാറിന് 33,000 കിട്ടിയത്. ഇവിടെ നമ്മൾ എങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത്? അറ്റ് പ്രീമിയത്തിലാണ്. 10 രൂപയുടെ സാധനം 11 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ 3,30,000 ഡിവൈഡഡ് ബൈ 11. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 30,000 ഷെയർസ് കിട്ടും.
30,000 ഷെയർസ് ആണ് നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കുന്നത്? 11 രൂപയ്ക്ക് വിൽക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ കണ്ടുപിടിച്ചു. എത്ര? 33,000 എന്ന് കണ്ടുപിടിച്ചു. ദെൻ നമ്മളിങ്ങനെ ജേണൽ എൻട്രിയിൽ എഴുതും. ആദ്യം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് നേരെ എന്താണ് എഴുതേണ്ടത്? 30,000 × 10 എത്ര വരും? 3 lakh. ദെൻ പ്രീമിയം എത്രയാണ്? 1 രൂപ. എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്? 30,000. 30,000 × 1 30,000 തന്നെ വരും. രണ്ടും കൂടി കൂട്ടിയ 33,000 മുകളിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൻ്റെ നേരെ എഴുതി. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എങ്ങനെ വന്നു? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 3,30,000 ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 3 lakh ടു ഷെയർ പ്രീമിയം 30,000. ഓക്കെ, മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. രണ്ടാമത് നമ്മൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് 10 രൂപയുടെ ഷെയർ 10% പ്രീമിയത്തിൽ, 10 രൂപയുടെ 10% എന്ന് പറയുമ്പോൾ 1 rupee. അപ്പോൾ 10 രൂപയുടെ ഷെയർ നമ്മൾ വിൽക്കുന്നത് 11 രൂപയ്ക്ക്. അങ്ങനെ വിറ്റിട്ട് നമുക്ക് എത്ര രൂപ കിട്ടണം? 3,30,000 ആണ് നമുക്ക് ടോട്ടൽ കിട്ടേണ്ട എമൗണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 3,30,000 ഡിവൈഡഡ് ബൈ എത്രയാണ് ഇഷ്യൂ പ്രൈസ്? 11 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30,000 കിട്ടും. ദെൻ നമ്മൾ ജേണൽ എൻട്രിയിൽ ഷെയർ ക്യാപിറ്റലിൻ്റെ നേരെ 10 രൂപയും പ്രീമിയത്തിൻ്റെ നേരെ 1 രൂപയും വെച്ചിട്ട് ജേണൽ എൻട്രി എഴുതുമ്പോൾ നമ്മുടെ ജേണൽ എൻട്രി ഇങ്ങനെ വരും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 3,30,000 ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 3 lakh ടു ഷെയർ പ്രീമിയം 30,000. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ പ്രോബ്ലം കഴിഞ്ഞ് നമ്മൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തപ്പോൾ അതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ഏത് അറ്റ് പാറോ അറ്റ് പ്രീമിയമോ അറ്റ് ഡിസ്കൗണ്ട് ഏത് തന്നെ ആയാലും നമ്മുടെ ഫസ്റ്റ് ജേണൽ എൻട്രി സെയിം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ദെൻ അറ്റ് പാറ ആണെങ്കിൽ എളുപ്പമാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ക്യാപിറ്റൽ. പ്രീമിയം ആണെങ്കിൽ അതിൻ്റെ കൂടെ ടു ഷെയർ പ്രീമിയം കൂടിയും വരും. ഡിബഞ്ചർ ആണെങ്കിൽ ഡിസ്കൗണ്ട് ആണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും. പിന്നെ എങ്ങനെയാണ് നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണ് എമൗണ്ട് ആവശ്യം ഡിവൈഡഡ് ബൈ ഇഷ്യൂ പ്രൈസ്. നമുക്ക് ഇവർക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എത്രയാണ് പ്രിഫറൻസ് ഷെയറിൻ്റെ വാല്യൂ അത് ഡിവൈഡഡ് ബൈ ഇഷ്യൂ പ്രൈസ്. ഇഷ്യൂ പ്രൈസ് എന്ന് പറയുമ്പോൾ അറ്റ് പാർ ആണെങ്കിൽ ഫേസ് വാല്യൂ, അറ്റ് പ്രീമിയം ആണെങ്കിൽ കൂട്ടി എഴുതുക, അറ്റ് ഡിസ്കൗണ്ട് ആണെങ്കിൽ കുറച്ച് എഴുതുക. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കിട്ടും. അത് വെച്ച് അതാത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ജേണൽ എൻട്രിയുടെ എമൗണ്ടുകളും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് കഴിഞ്ഞു. നമ്മുടെ ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഒരു മൊഡ്യൂളിൻ്റെ പകുതിയാണ് കഴിഞ്ഞിരിക്കുന്നത്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഇനി ഈ മൊഡ്യൂളിൽ ബാക്കിയുള്ളത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. അതിപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ എടുക്കണില്ല. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം അത് എടുത്താലാണ് നമുക്ക് കുറച്ചും കൂടിയും ഐഡിയ കിട്ടുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഇതിവിടെ വെച്ച് നിർത്താം. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് കംപ്ലീറ്റ് കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ തുടക്കം തൊട്ട് പഠിച്ചിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് വീതം പഠിച്ചത് കഴിഞ്ഞ് ഓരോരോ അഡീഷണലായിട്ട് പഠിച്ച് ഇപ്പോൾ എല്ലാതും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മൊഡ്യൂളിലുള്ളത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. അത് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പോണതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം. അപ്പോൾ നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. ഇത് കുറച്ചും കൂടി എളുപ്പമാണ്, കാരണം ഫുൾ തിയറിയാണ്. നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നുമില്ല, ഫുൾ തിയറിയാണ്. ചാപ്റ്ററിൻ്റെ പേര് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്നൊക്കെ. IFRS ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഇത് പുതിയ സിലബസാണ്. പുതിയ സിലബസ് പ്രകാരം വന്ന ഒരു മൊഡ്യൂളാണിത്. ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഫുൾ തിയറിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് വാട്ട് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ ടേം ഉപയോഗിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ഫോർമൽ റെക്കോർഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് പൊസിഷൻ ഓഫ് എ ഫേം ഓർ അതർ ഓഫ് എ ബിസിനസ് ഓർ അതർ എൻറ്റിറ്റി. It is a formal record of the financial activities and position. ഒരു ബിസിനസ്സിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻറ്റിറ്റിയുടെയോ ടോട്ടൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിൻ്റെയും പൊസിഷൻ്റെയും ഫുൾ റെക്കോർഡ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഫുൾ ഡീറ്റെയിൽസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു റെക്കോർഡാണ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ഫോർമൽ റെക്കോർഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് പൊസിഷൻ ഓഫ് എ ബിസിനസ് ഓർ അതർ എൻറ്റിറ്റി. ഒരു ബിസിനസ്സിൻ്റെയോ ഒരു കമ്പനിയുടെയോ ഏതിൻ്റെങ്കിലും ആയിക്കോട്ടെ അവരുടെ ടോട്ടൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെയും അതുപോലെ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ
പൊസിഷനിങ് കാണിക്കുന്ന എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഫോർമൽ റെക്കോർഡിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. As per section 2 subclause 40 of the Companies Act 2013, the financial statement of a company include നമ്മുടെ പുതിയ കമ്പനീസ് ആക്ട് 2030 പ്രകാരം ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ടും 4 എണ്ണമാണ്. ആദ്യത്തെ 2 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അത് നമ്മുടെ ബാലൻസ് ഷീറ്റും നമ്മുടെ P&L അക്കൗണ്ട് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട്. ദെൻ പിന്നെ വരുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ പിന്നെ വേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ആദ്യത്തെ 2 നമ്മൾ പഠിച്ചിട്ടുണ്ട്, അടുത്ത 2 നമ്മൾ ഇപ്പോൾ പഠിക്കുന്നില്ല, പക്ഷേ അടുത്ത സെമ്മുകളിലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 4 കൂടിയതാണ് ഒരു കമ്പനിയുടെ ജനറലായിട്ട് വരുന്ന ഒരു നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ വരും? ബാലൻസ് ഷീറ്റ് വരും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ട് ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ദാറ്റ് ഈസ് P&L അക്കൗണ്ട്, ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി. ദെൻ ഇനി നമ്മുടെ കമ്പനി ഇഫ് ഇറ്റ് ഈസ് എ 1 person കമ്പനി ഓർ എ സ്മോൾ കമ്പനി, ഒരു ഡോർമെൻറ്റ് കമ്പനി, ഒരു ചെറിയൊരു കമ്പനി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ മാത്രമുള്ള കമ്പനി ആണെങ്കിൽ മൂന്നാമത്തതില്ലേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളൊരു ഒരു വലിയ ഫേമൊക്കെ അല്ലെങ്കിൽ കമ്പനിയൊക്കെ ആണെങ്കിൽ ഈ 4 മസ്റ്റായിട്ട് വേണം. ഇതൊരു സിംഗിൾ ഓൺഡ് കമ്പനി അല്ലെങ്കിൽ ഒരു സ്മോൾ കമ്പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റായ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ബാക്കി 3 അതായത് ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി മാത്രം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് ഒരു general intro about financial statement. It is a formal record of all the financial activities and the position of a business entity. Okay. Next is users of financial statement. അതായത് ആരൊക്കെയാണ് മെയിൻ യൂസേഴ്സ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓർ ബെനിഫിഷ്യറീസ് ഓഫ് ദിസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ ഈസ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ദ പേഴ്സൺ ഹു ഇൻവെസ്റ്റ് മണി ഇൻ ദ കമ്പനി ഷെയർ. നമ്മുടെ കമ്പനിയിൽ അവരുടെ ക്യാഷ് കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന എല്ലാവരും വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ക്യാഷ് ഉണ്ട്, അത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ മുമ്പിൽ പല ഓൾട്ടർനേറ്റീവ്സും ഉണ്ട്. ആ ഓൾട്ടർനേറ്റീവിൽ നിന്ന് നമുക്ക് ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുക കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. എന്തിനു വേണ്ടി? ടു നോ അബൌട്ട് ദി സോൾവൻസി ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ ഒരു കമ്പനി സോൾവൻ്റ് ആണോ? സോൾവൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഏബിൾ ടു പേ ഓഫ് ഇറ്റ്സ് ഡെപ്റ്റ്, അതിൻ്റെ ബാധ്യതകൾ തീർക്കാൻ കഴിവുള്ളതാണോ? ദെൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഫിനാൻഷ്യലി സൗണ്ട് ആണോ എന്നൊക്കെ ഒരു ഇൻവെസ്റ്റർക്ക് മനസ്സിലാവും. അങ്ങനെ സോൾവൻ്റ് ആയതും ഫിനാൻഷ്യലി സൗണ്ടുമായ ഒരു കമ്പനിയിൽ മാത്രമേ ഒരു സാധാരണ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുള്ളൂ. അപ്പോൾ അതാണ് ഒന്നാമത്തെ യൂസർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ ദേ ഹാവ് ടു നോ അബൌട്ട് ദി സോൾവൻസി ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദിസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് യൂസർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് എംപ്ലോയീസ്. Employees നമുക്കറിയാം the person who are working in our organization. They get information regarding to know whether the employee can offer their employee can offer secure employment and possible pay revision. അതായത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് അയാളുടെ ജോലി സ്ഥിരമാണോ? എപ്പോഴാണ് അയാളുടെ ജോലി സ്ഥിരമാവുക? കമ്പനി പ്രോഫിറ്റബിൾ ആയിട്ട് പോയാൽ മാത്രമേ ആ കമ്പനി നിലനിൽക്കുള്ളൂ. കമ്പനി നഷ്ടത്തിലാണ് അടച്ചു പൂട്ടിയാൽ അവരുടെ ജോലി പോയി. അപ്പോൾ എംപ്ലോയീസിനൊരു സെക്യൂരിറ്റി, അതായത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം എൻ്റെ കമ്പനി ലാഭത്തിലേക്കാണോ പോണത് അതോ നഷ്ടത്തിലേക്കാണോ പോണെന്നുള്ളത്. ലാഭത്തിലേക്കാണ് പോകണമെന്ന് വെച്ചാൽ അവർ സേഫാണ്, അവർക്ക് ജോലി തുടർന്ന് കൊണ്ട് പോകാനായിട്ട് പറ്റും, അവർക്ക് റെഗുലർ സാലറി കിട്ടും. അതേസമയം നഷ്ടത്തിലേക്കാണെങ്കിൽ അവർക്ക് എന്ത് പേടി ഉണ്ടാവും? ഈ കമ്പനി അധികം നാൾ ഉണ്ടാവില്ല, നമ്മൾ വേറെ ഏതെങ്കിലും ജോബ് നോക്കണം എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി അവരെന്ത് നോക്കും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കും. അതൊരു കാര്യം. സെക്കൻഡ് വൺ പറയുന്നത് പോസിബിൾ പേ റിവിഷൻ. പേ റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇയർ ബൈ ഇയറിങ് സാലറിയിൽ കുറച്ച് ഇൻക്രീസ് ഒക്കെ ഉണ്ടാവണം. എന്നാലാണ് നമുക്ക് ഡെയിലി എക്സ്പെൻസസ് ഒക്കെ ഡേ ബൈ ഡേ എക്സ്പെൻസസ് ഒക്കെ കൂടുതലാണ്. അത് വെച്ച് കോപ്പപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നമ്മുടെ ഇൻകത്തിലും ചെറിയൊരു ഇൻക്രീസ് ഉണ്ടായിരിക്കണം. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് അവർക്ക് എന്ത് വേണം? അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് അവർക്ക് സാലറിയിൽ ഇൻക്രീസ് വേണം. ഒരു കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് സാലറിയിൽ ഇൻക്രീസ് കിട്ടുള്ളൂ.
അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും വേണ്ടി എംപ്ലോയീസിന് എന്ത് ആവശ്യമാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആവശ്യമാണ്. ടു നോ വെദർ ദ എംപ്ലോയി ക്യാൻ ഓഫർ സെക്യൂർ എംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ ടു നോ വെദർ ദയർ ജോബ് ഈസ് സെക്യൂർഡ് ഓർ നോട്ട്, ആൻഡ് ടു നോ വെദർ ദർ ഇസ് എ സ്കോപ്പ് ഫോർ ദി പേ റിവിഷൻ. അവരുടെ സാലറിയിൽ എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നറിയാനും അവർക്ക് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡ് യൂസർ. തേർഡ് യൂസർ ഈസ് ലെൻഡേഴ്സ്. ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് പണം തന്ന് സഹായിക്കുന്ന ആൾക്കാർ. അവരെ വിളിക്കുന്ന പേരാണ് ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് എന്താണ് ആവശ്യം? ടു നോ ദി സോൾവൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി കമ്പനി. അവരുടെ സോൾവൻസിയുടെ മീനിങ് ഞാൻ നേരത്തെ പറഞ്ഞു. എബിലിറ്റി ടു പേ ഓഫ് ഇറ്റ്സ് ഡെപ്റ്റ്, നമ്മുടെ ബാധ്യതകൾ തീർക്കാനുള്ള എബിലിറ്റി, അതിനെ വിളിക്കുന്ന പേരാണ് സോൾവൻസി എന്ന് പറയുന്നത്. അതുപോലെ പ്രോഫിറ്റബിലിറ്റി. ഇത് രണ്ടും അറിഞ്ഞാലാണ് ലെൻഡേഴ്സിന് പണം. സപ്പോസ് നമ്മളൊരു ബാങ്കിന് ലോണിന് പോയി, ആ ലോണിന് പോകുമ്പോൾ അവർ ആദ്യം ചോദിക്കുക തന്നെയാണ്, നിങ്ങളുടെ 5 കൊല്ലത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കൊണ്ടുവരുമോ നോക്കും, പറയും. അത് നോക്കിയിട്ടാണ് അവർ നമുക്ക് ലോൺ തരണോ തരണ്ടേന്ന് ഡിസൈഡ് ചെയ്യുക. അതിൽ നല്ല പ്രോപ്പറായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന, റെഗുലറായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് ധൈര്യമാണ്. കാരണം നമ്മൾ ലോൺ എടുത്താൽ നമ്മൾ തിരിച്ചടക്കും എന്നൊരു ഉറപ്പ് അവർക്ക് കിട്ടും. അതേസമയം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാളുകളായിട്ട് നഷ്ടത്തിലാണെങ്കിൽ നമുക്ക് ലോൺ കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ ലെൻഡേഴ്സും എന്തൊക്കെ നോക്കും? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടാണ് നമുക്ക് പണം തരണോ തരണ്ടേന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ലെൻഡേഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗവൺമെൻറ്. ഗവൺമെൻറ് നമുക്കറിയാം, നമുക്ക് നമ്മുടെ ബിസിനസ് ഇൻഫർമേഷനൊക്കെ ഗവൺമെൻറ്റിന് ആവശ്യമുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ടു നോ ഹൗ ദ എക്കണോമി ഈസ് പെർഫോമിങ് ഇൻ ഓർഡർ ടു പ്ലാൻ ദ ഫിനാൻഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസി. ഗവൺമെൻറ്റിന് പല എക്കണോമിക് പോളിസീസും ഫിസിക്കൽ പോളിസീസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അത് ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ എക്കണോമി എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് അറിയണം. എക്കണോമി എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് എങ്ങനെയാണ് അറിയാം? ഒരു കമ്പനി പ്രോഫിറ്റ് ആണെങ്കിൽ അവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയിട്ടാണ് അവർ എക്കണോമിന് ഇവാലുവേഷൻ നടത്താൻ. അല്ലാണ്ട് മൊത്തം ഒരു എക്കണോമിക്ക് ഇറങ്ങി ചെന്നിട്ട് ഗവൺമെൻറ് ഇവാലുവേഷൻ നടത്താനായിട്ട് പറ്റില്ല. ആ എക്കണോമിയുടെ ഒരു പാർട്ടായ ഓരോ കമ്പനികളെയും എടുത്ത് അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഗവൺമെൻറ് എക്കണോമിക് പോളിസീസ്, ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി, അങ്ങനത്തെ പല പോളിസികളും ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഒരു യൂസേജ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ടു അസസ് ദ എമൗണ്ട് ഓഫ് ടാക്സ് പേയബിൾ. നമുക്കറിയാം, നമ്മൾ ഇൻകത്തിനുള്ള ടാക്സ് നമ്മൾ കൊടുക്കണം ഗവൺമെൻറ്റിന്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ടാക്സ്, സപ്പോസ് ഞാനിപ്പോൾ ഒരു കൊല്ലം 1 lakh rupees ടാക്സ് കൊടുത്തെന്ന് വിചാരിക്കാം. ആ 1 lakh rupees തന്നെയാണോ എൻ്റെ ഇൻകത്തിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ടാക്സ് തന്നെയാണോ ഞാൻ അടച്ചതെന്ന് അറിയാനായിട്ട് അവരെന്ത് ചെയ്യും? ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെരിഫൈ ചെയ്യും. അതിനുള്ള പ്രോഫിറ്റിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ടാക്സ് അടച്ചോ അടച്ചിട്ടില്ലേ എന്ന് നോക്കാനായിട്ട് ഗവൺമെൻറ് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഗവൺമെൻറ്റിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കൊണ്ടുള്ള ഉപയോഗം. ഒന്നെന്ന് പറയുന്നത് ടു നോ ദി എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ദെൻ ടു നോ ദി എമൗണ്ട് ഓഫ് ടാക്സ് പേയബിൾ. ഓക്കെ, അപ്പോൾ ഫോർത്ത് യൂസറാണ് ഗവൺമെൻറ്. ദ നെക്സ്റ്റ് വൺ ഈസ് സപ്ലയർ. സപ്ലയർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദ പേഴ്സൺ ഹു സപ്ലൈ റോ മെറ്റീരിയൽ ടു ദ കമ്പനി. നമ്മുടെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് സപ്ലയർ എന്ന് പറയുന്നത്. അയാൾ ഒട്ടുമിക്ക കേസിൽ നമ്മൾ അയാൾക്ക് ക്രെഡിറ്റിനാണ് തരിക. അതായത് നമ്മളിപ്പോൾ പോയിട്ട് വാങ്ങാൻ പോയാൽ നമ്മൾ റെഡി ക്യാഷ് കൊടുക്കണ്ട. നമുക്ക് 1 or 2 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ട്, റിസീവബിൾസ് മാനേജ്മെൻറ്റിൽ. അതിൽ 1 or 2 ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ മാസങ്ങൾ കഴിഞ്ഞിട്ടേ നമ്മൾ അയാൾക്ക് കൊടുക്കേണ്ട ആവശ്യം ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ സപ്ലയർക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. എന്തിനാണ്? ടു നോ വെദർ ദേ ആർ ഏബിൾ ടു റീപേ ദ എമൗണ്ട് ഓർ നോട്ട്. ഇത് നോക്കിയിട്ടാണ് അവർ നമ്മളിപ്പോൾ ക്രെഡിറ്റിന് കൊടുത്താലും അവർ 1 or 2 മാസം കഴിഞ്ഞ് തിരിച്ചടക്കില്ലേ, അവർ ഫിനാൻഷ്യലി സൗണ്ട് ആണെങ്കിൽ അവർ അടയ്ക്കുമെന്നൊരു ഇൻ്റർപ്രിട്ടേഷൻ നടത്തും. അത് നോക്കുന്നത് നമ്മുടെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയിട്ടാണ്. അപ്പോൾ ഇനി ഉണ്ടായത് അടുത്ത സ്ലൈഡിലാണ്. ഇതാണ് മെയിൻ ആദ്യത്തെ 5 യൂസേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റേഴ്സ്. To make profitable investment. To employees, that is to know about the security of their job and to know whether there is any scope for pay revision. The lenders, to know about the solvency and profitability of the company. Government, to formulate economic policies and to evaluate or to assess the amount of tax payable. And to supplier, to know whether they are able to repay the amount or not. ഇതാണ് ആദ്യത്തെ 5 പേര്. അടുത്ത സ്ലൈഡിലുണ്ട്. Next is
കസ്റ്റമേഴ്സ്. അടുത്ത യൂസർ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആണ്. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങുന്ന കസ്റ്റമേഴ്സ്. എന്തിനാണ് അവർക്ക്? ടു നോ വെദർ ദ കമ്പനി ക്യാൻ കണ്ടിന്യൂ ടു സപ്ലൈ ഗുഡ്സ് ഇൻ ഫ്യൂച്ചർ. അതായത് നമ്മുടെ പ്രൊഡക്റ്റ്, അവർ വാങ്ങുന്ന പ്രൊഡക്റ്റ് അവർക്ക് ഇനി ഫ്യൂച്ചറിലും കിട്ടുമെന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു മാസം ഒരു പ്രൊഡക്റ്റ് വാങ്ങി, അത് കഴിഞ്ഞാൽ അടുത്ത മാസം ആ പ്രൊഡക്റ്റ് അന്വേഷിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് കാണില്ല. കാരണം എന്താ? ചിലപ്പോൾ ആ കമ്പനി അടച്ചു പൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്കൊരു ചിലപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രാൻഡ് തന്നെ ഉപയോഗിക്കാനായിട്ട്, ഒരു ബ്രാൻഡ് ലോയൽറ്റി ഉള്ള പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കി അവരുടെ കമ്പനി ലോങ് ലാസ്റ്റിംഗ് കമ്പനിയാണെന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ അവർക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പറ്റും. ഒട്ടുമിക്ക കസ്റ്റമേഴ്സ് അതൊന്നും ചെയ്യില്ല, പക്ഷെ അങ്ങനെയെങ്കിലും അതിനൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയും ഒരു യൂസേജ് ഉണ്ട്. ദാറ്റ് ഈസ് ടു നോ വെദർ ദ കമ്പനി ക്യാൻ കണ്ടിന്യൂ ടു സപ്ലൈ ഗുഡ്സ് ഇൻ ഫ്യൂച്ചർ. എനിക്ക് നമ്മുടെ കമ്പനിക്ക് കുറേ നാൾ നിലനിൽക്കുന്ന കമ്പനിയാണോ, എനിക്ക് ഈ പ്രൊഡക്റ്റ് ഫോർ എ ലോങ് പീരീഡ് പർച്ചേസ് ചെയ്യാൻ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ട്രേഡ് യൂണിയൻസ്. നമുക്കറിയാം ട്രേഡ് യൂണിയൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ യൂണിയൻ. അവരുടെ കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ റൈറ്റ്സും ഇൻട്രസ്റ്റും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? ഈ ട്രേഡ് യൂണിയൻ്റെ ഡ്യൂട്ടിയാണ്. അവർക്ക് എന്താണ് അറിയേണ്ടത്? ടു നോ ദി പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി. ഈ ട്രേഡ് യൂണിയൻകാരെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ചും അതുപോലെ പ്രോഫിറ്റബിലിറ്റിനെ കുറിച്ചിട്ടും അറിഞ്ഞാലാണ് അവർക്ക് അവരുടെ ഓരോ അവകാശങ്ങൾ ഉന്നയിക്കാൻ പറ്റുള്ളൂ. സപ്പോസ് ഇപ്പോൾ സാലറി ഇൻക്രീസ് വേണം എന്ന് അവർക്ക് പറയണമെങ്കിൽ, കമ്പനിക്ക് ലാഭം ഉണ്ടായാലേ കമ്പനിക്ക് സാലറി കൂട്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്കത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് അറിയാം. ദെൻ ബോണസ് കൊടുക്കണം, അതിനൊരു ഡിമാൻഡ് കൊടുക്കണമെങ്കിൽ കമ്പനിയിൽ ലാഭം ഉണ്ടാവണമെന്ന് അറിയണം. അപ്പോൾ അവരുടെ എംപ്ലോയീസിൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് കമ്പനിക്ക് അറിയാം. കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ ട്രേഡ് യൂണിയനുകാരെ എന്ത് നോക്കും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടാണ് ആ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുക. Then next one is management. Management എന്ന് പറയുകയാണെങ്കിൽ the group of persons who manage the company. അവർക്ക് പല പല ഡിസിഷൻസും എടുക്കണമെങ്കിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. മെയിൻ സോഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ദെൻ കോമ്പറ്റേറ്റേഴ്സ്. നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പോണൻസിന് ഇതിനെ കുറിച്ച് ആവശ്യം എന്ന് വെച്ചാൽ ടു ഫോർമുലേറ്റ് ദയർ സ്ട്രാറ്റജീസ്. അവർക്ക് അവരുടെ സ്ട്രാറ്റജീസ്, നമ്മുടെ കോമ്പറ്റേറ്റർ എന്താ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മളെ നമ്മളെ കോമ്പീറ്റ് ചെയ്ത് നമ്മളെ തോൽപ്പിച്ച് അവർക്ക് വിൻ ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി അവർക്ക് കമ്പയർ ചെയ്യാനായിട്ട് ഒരു ആവശ്യമുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനും അവരുടെ ഫിനാൻഷ്യൽ പൊസിഷനും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനാണ് ബെറ്റർ എന്ന് വെച്ചാൽ അവരുടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് എടുക്കണമെങ്കിൽ അവർക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് റിമൈനിങ് 4 യൂസേഴ്സ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സ് ടു നോ വെദർ ഇറ്റ് ഈസ് എ ലോങ് ലാസ്റ്റിംഗ് കമ്പനി ഓർ നോട്ട്. Then trade unions to know the profitability and liquidity of the financial position of the company. Then next one is management to provide financial information for taking various decisions. Then competitors to formulate their strategies. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേഴ്സ് ആയിട്ട് വരുന്നത്. താങ്ക് യു.